ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുമ്പോഴത്തേക്കും മോൾക്ക് സ്കൂൾ തുറക്കാറായി. ജൂൺ 2 സ്കൂൾ തുറക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പോകണം കേട്ടോ. സ്കൂളിലത്തേക്ക് ആളിനിപ്പോൾ LKG-യിലാണ്. അപ്പോൾ ആൾക്ക് ബുക്കും പെൻസിലെല്ലാം വേണം. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാനായിട്ട് പോവാണ്. നമ്മൾ വൈകിട്ട് ഒരു 6 മണി കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിയത് കേട്ടോ. കാരണം കുറച്ച് ദിവസം കൊണ്ട് ഇവിടെ നല്ല മഴയാണ്, എല്ലായിടത്തും മഴയാണെന്നറിയാം. പക്ഷേ ഇന്ന് ഇത്തിരി മഴ മാറി വെയിൽ ഇത്തിരി വന്നായിരുന്നു. അപ്പം ഇന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുമായിരുന്നു, പോകണം. പക്ഷേ മഴ കാരണം കുഞ്ഞിനെ കൊണ്ട് പോകുന്നതുള്ള റിസ്ക് കരുതിയിട്ടാണ് മാറ്റി വെച്ചത്. അങ്ങനെ പിന്നെ നമ്മൾ ആറ്റിങ്ങലുള്ള ബഡാ ബസാറിലാണ് പോയിട്ടുള്ളത്. അവിടെ ചെന്ന് കുഞ്ഞിന് വേണ്ട ബുക്കുകളൊക്കെ എടുത്തു. പിന്നെ അവൾക്ക് കഴിഞ്ഞ കൊല്ലം പ്ലാസ്റ്റിക്കിൻ്റെ ലഞ്ച് ബോക്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, സ്നാക്സ് ബോക്സ്. ലഞ്ച് അവൾ സ്കൂളിൽ നിന്നാണ് ലഞ്ച് കഴിക്കുന്നത്. അപ്പം ഇപ്രാവശ്യം അത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോയായിരുന്നു പ്ലാസ്റ്റിക്കിൻ്റെ. അങ്ങനെ നമ്മൾ പിന്നെ ഇപ്രാവശ്യം ഇതാക്കി, സ്റ്റീലിൻ്റെ പാത്രം എടുക്കാം, കുഴപ്പമില്ല, അടുത്ത കൊല്ലം കൂടെ കൊണ്ടുപോകാമല്ലോ എന്ന് പറഞ്ഞ് അതെടുത്തു. പിന്നെ നമുക്ക് ക്രയോൺസും പെൻസിലിൻ്റെ ഒരു സെറ്റ് പെൻസിലും സ്കെച്ച് പെന്നും എല്ലാം എടുത്തു. പിന്നെ വീട്ടിലത്തേക്ക് ടങ് ക്ലീനറും വാങ്ങിച്ചായിരുന്നു. പിന്നെ അല്ലറ ചില്ലറ സാധനമൊക്കെ എടുത്തു. അവൾക്ക് ബ്രൗൺ പേപ്പർ, റബ്ബർ കട്ട, ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചായിരുന്നു. ഒരുപാടല്ല, അത്യാവശ്യം കുറച്ച് അവൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വരുന്ന വഴിയിൽ സുന്ദരൻ തട്ടുകട, ഫേമസ് ആയിട്ടുള്ള സുന്ദരൻ തട്ടുകടയിൽ കയറി ഫുഡ് കഴിക്കുക. ചേട്ടൻ പറഞ്ഞ് അവിടെ നിന്ന് കഴിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞ് നമ്മളവിടെ കയറിയായിരുന്നു കേട്ടോ. അവിടെ വെച്ചുന്ന കോട്ടാണ്, ഫുഡ് വേസ്റ്റ് ആക്കുന്നതിനെതിരായിട്ട് എഴുതി വെച്ചത്. എനിക്ക് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഞാൻ ചെറുതായിട്ട് വീഡിയോ എടുത്തതാണ്. നമ്മൾ ബെറോട്ടയും ചിക്കൻ ഫ്രൈയും പിന്നെ ചിക്കൻ തോരനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കൊണ്ടുവന്നപ്പോൾ തന്നെ കുഞ്ഞാറ്റിനൊരു ലെഗ് പീസ് അങ്ങ് ഫ്രൈ എടുത്ത് വെച്ച് കൊടുത്തു. അവൾക്കത് ധാരാളമായിരുന്നു. ചേട്ടൻ കുക്കുംബറല്ലേ നിനക്ക് വേണ്ടതെന്നും പറഞ്ഞാണ് എനിക്ക് കുക്കുംബർ ഇട്ട് തന്നത് കേട്ടോ. ചിക്കൻ ഫ്രൈയുടെ കൂടെ കിട്ടിയതാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അടിപൊളി ഫുഡായിരുന്നു. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് പോവുകയാണ്. ഇന്നലെ പിന്നെ രാത്രിയാണ് മഴ പെയ്തത്. അപ്പോൾ നമുക്ക് ചെറിയ മഴക്കുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് നമ്മൾ പോയായിരുന്നു കേട്ടോ. ഇത് പിറ്റേ ദിവസമാണ് രാവിലെ. ബുക്ക് വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ട് നോക്കുകയാണ്. അവൾക്ക് വരയില്ലാത്ത ബുക്ക്, വരയുള്ള ബുക്ക്, 4 ലൈൻ, പിന്നെ മാത്സിന് കോളം ബുക്ക്, ഇതൊക്കെയാണ് വാങ്ങിച്ചത്. LKG-യിലായതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പുസ്തകം കിട്ടിയിട്ടില്ല. സ്കൂൾ തുറന്നതിന് ശേഷമേ പുസ്തകം കിട്ടത്തുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ ആൾ എന്നെ ശല്യപ്പെടുത്തുക, അമ്മ ജോലി ഒതുങ്ങിയ ബുക്ക് പൊതിയാം. അവൾക്കിത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. കാരണം കഴിഞ്ഞ കൊല്ലമൊന്നും ഇങ്ങനൊരു ഇത് വന്നിട്ടില്ല. പിന്നെ ഇത് നല്ലൊരു ലഞ്ച് ബോക്സ് ആയിരുന്നു കേട്ടോ. അടുത്ത കൊല്ലം കൂടെ ഓട്ടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. പിന്നെ വാട്ടർ ബോട്ടിൽ ചേട്ടൻ വെഞ്ഞാറമൂട് തവാനിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അത് കുറച്ച് ദിവസമായി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട്. പിന്നെ ഈ പേന ആർക്കൊക്കെ അറിയാമെന്നൊന്ന് പറയണേ. 90s കിഡ്സിന് എന്തായാലും ഉറപ്പായിട്ട് മനസ്സിലാവും. കാരണം ഒരു നൊസ്റ്റാൾജിക്കായി ഉണർത്തുന്നൊരു പേനയാണ്. 90s-ലൊക്കെ ഈ പേന എന്ന് പറഞ്ഞാൽ സ്കൂളിൽ കൊണ്ടുപോകുന്ന ഭയങ്കര ഒരിതായിട്ട് കാണുന്നൊരിതായിരുന്നു. കാരണം ഒരുപാട് കളേഴ്സുണ്ട് ആ പേനയിൽ. നമുക്ക് അത് വെച്ച് ഒരു പേനയിൽ തന്നെ ഒരുപാട് കളേഴ്സുണ്ട്. പിന്നെ അവൾക്ക് സ്കൂളിലത്തേക്ക് വെച്ചുകൊണ്ട് പോകാൻ 2 ബോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ തന്നെ ബുക്കെല്ലാം ബൈൻഡിട്ടു. അപ്പോൾ